എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വളരെ പെട്ടെന്ന് റദ്ദാക്കുകയാണ്. യാത്രക്കാർ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്ന ഫ്ലൈറ്റ് റദ്ദാക്കിയെന്നുള്ള കാര്യം. അവർ പ്രകോപിതരാണ്. തിരുവനന്തപുരം എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊപ്പം ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട അഭിലാൽ എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാൽ, എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ്? ഇല്ല, ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നാണ് പറഞ്ഞേക്കുന്നത്. അബുദാബിയിലേക്ക് പോകേണ്ട 1:10 ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഏകദേശം അതുവരെ നമ്മൾ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവരൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ നമുക്ക് തന്നിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറയുന്നത്. എനിക്ക് വേറെ ഒന്നുമില്ല സാർ. ഇന്നലെ ഞാൻ വന്നതാണ്, ഇന്നലെ ട്രാവൽ ചെയ്യേണ്ടതാണ്. ടിക്കറ്റ് എനിക്ക് മാറ്റി ഇന്നത്തെ ഫ്ലൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതാണ്. കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഞാൻ മാത്രമല്ല, ഇന്നലെ സ്ത്രീകളും കൊച്ചുങ്ങളും കുറേ പേര്, മോർ ദാൻ 4-5 ഫ്ലൈറ്റ്സ് ആണ്. ഒരു ഫ്ലൈറ്റിൽ 300 പേര്, 5 ഫ്ലൈറ്റ് ആണെങ്കിൽ 1500 പേര് ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ പോയി 4 മണിക്കൂറിന് ശേഷമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ജോലിയുടെ പ്രശ്നമാണ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ടത്. നാളെ എനിക്ക് പോകാനൊക്കെ ഞാൻ മാറ്റി തന്നിട്ടുണ്ട്. ഇപ്പം പറയുന്നുണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന്. നമ്മൾ വീട്ടിൽ പോലും പോയിട്ടില്ല. 30 മണിക്കൂർ ഞാനിവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന്, അതായത് നിങ്ങൾക്കറിയാം, പ്രവാസികൾ ഇവിടെ നിന്ന് പോകുമ്പം ഇവിടുത്തെ പൈസ ഉള്ളൊന്നും കയ്യിൽ വെക്കാറില്ല. എൻ്റെ ഫുഡിനും എൻ്റെ വെള്ളത്തിനും ഞാൻ ഇവിടെ പിശ ഇടണോ? ആരെങ്കിലും തരുമോ എനിക്ക്? ഇതുപോലെ എത്ര പേരെ കഷ്ടപ്പെടുന്നത്? ഇന്ന് ഫ്ലൈറ്റ് മാറ്റി തന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് ക്യാൻസൽ എന്ന്. വീട്ടിൽ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. വീട്ടിൽ അറിയിച്ചിട്ടുള്ള ഞാൻ നാട്ടിലെത്തിയെന്നാണ് ഇവർ പറയുന്നത്. ക്യാബിൻ ക്രൂവിന്റെ സമരം എന്നാണ് പറയുന്നത്. അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്യാബിൻ ക്രൂസ് ആദ്യം ഒന്ന് സിക്ക് റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ സമരമാണ് ചെയ്യുന്നത്. സമരം ചെയ്യാൻ ഒരു സ്റ്റാഫാണ്. അവരെ പോലെ എല്ലാ പാസഞ്ചർക്കും അവരും സ്റ്റാഫാണ് ഒരേ കമ്പനിയിൽ. സമരം ചെയ്യാൻ ഉണ്ടെങ്കിൽ അവർ നേരത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരണം. തന്നിട്ടില്ല. ഒരു മെസ്സേജ് ഇല്ല, വാട്സപ്പ് മെസ്സേജ് ഇല്ല, മെയിലില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് സാർ നമുക്ക്? അതായത് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നാട്ടിൽ ഓരോ ആൾക്കാർക്കും ബുക്കിംഗ് ചെയ്യുന്നത് നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ റേറ്റ് കുറയും. ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് റേറ്റ് കൂടുതലാണ്. ഒന്നുമില്ല സാർ. 30-35 കൊടുത്ത് എടുക്കുന്നുണ്ട്. 1/2 കിലോ വെയിറ്റ് കൂടിയാൽ പോലും ആരും തിരിച്ചു കൊണ്ടുപോകുന്നില്ല. അത്രയും പ്രശ്നങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ടും ഇവിടെ എയർപോർട്ടിൽ പട്ടിയെ പോലെ കാവലടക്കുന്ന ആൾക്കാർ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം ഇന്ത്യൻ എയർലൈൻസ് ഉണ്ടല്ലോ, ബുക്ക് ചെയ്യാതെ, പ്രൈവറ്റ് എയർലൈൻസ് ബുക്ക് ചെയ്യാതെ നമ്മൾ ഇന്ത്യൻ എയർലൈൻസ് ബുക്ക് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാറ്റാൻ ഈ മാനേജ്മെൻറ്റിന് ഇത് അറിയുന്നോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇത് ക്യാബിൻ ക്രൂസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരല്ലേ സംസാരിക്കേണ്ടത്? മാനേജ്മെൻ്റ് അല്ലേ? ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് സാർ ബുദ്ധിമുട്ടുന്നത്? അടി ഉണ്ടാക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതൊന്നും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ദയവേത് ശരിയാക്കണം. ഇന്ന് ഈ ഫ്ലൈറ്റിൽ പോയില്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും. ഇവരെനിക്ക് കാശ് തരുമോ? എൻ്റെ കുടുംബം നോക്കോ? നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിൻ ആയാലും എയർ ആയാലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുൻകൂട്ടി അറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ്, അതാണ് നമ്മുടെ പ്രശ്നം, അറിയിപ്പ് നൽകില്ല എന്നുള്ളത്. വന്നിട്ട് പോലും അറിയിച്ചിട്ടില്ല. ഇന്നലെ എൻ്റെ ഫ്ലൈറ്റ് രാത്രി 1:10, ഇന്നലെ രാത്രി 1:10 എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ വന്ന് ക്യൂവിൽ നിന്ന് 3 മണിക്കൂറിന് ശേഷമാണ് എൻ്റെ പറഞ്ഞത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്. അറിഞ്ഞിട്ടില്ല. ഇവിടെ വരുന്നത് വരെ ഇപ്പം ഇവിടെ വന്നത് അവിടെ കയറിയപ്പോഴാണ് അവർ പറയുന്നത് കയറ്റി വിടത്തില്ല എന്ന് പറയുന്നത്, ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നത്. ഇന്ന് 1:10 ഇത് 1:10 രാത്രി 1:10 ഫ്ലൈറ്റ്. ഇന്നിപ്പോൾ അവർ പറയുന്നത് റീഷെഡ്യൂൾ പറഞ്ഞാൽ ഒന്നും ശനി അല്ലെങ്കിൽ ഞായറാ പറയണത്. പിന്നെ റീഫണ്ട് പറയണത് മിനിമം 7 ദിവസം അവർക്ക് വേണമെന്നാണ് പറയണത്. അല്ല, അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കറക്റ്റ് കൺഫേം അല്ല. ഫ്ലൈറ്റ് ഇനിയും ശനിയോ ഞായറോ പോകുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളോട് സംസാരിച്ച ഒരാൾക്ക് നാളെ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇന്ന് ജോയിൻ ചെയ്യേണ്ട ആളിന് ഞാൻ മെയിൽ അയച്ചിട്ടും കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നാളെ എൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ ഇവർ തരുമോ എനിക്ക്? അത് മാത്രമല്ല, ഞാൻ പ്രൈവറ്റിൽ താമസിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. ഞാൻ പ്രവാസിയായിട്ടിരിക്കുമ്പോൾ ഒരു കാർഡ് ഉണ്ടാവും, ഇല്ല GPay ഉണ്ടാവും. എന്തായാലും നമ്മൾ പോകുമ്പോൾ കാശ് കൊണ്ടുപോകുന്നില്ല. ഇന്നത്തെ ഫ്ലൈറ്റും ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. എനിക്കൊരു ഉത്തരം പറയുന്നില്ല. ഇതുപോലെ എത്ര പേരെ കഷ്ടപ്പെടുന്നേ? ക്യാൻസൽ ചെയ്തവർക്ക് ഇന്ന് 1:10 ഫ്ലൈറ്റ്. നിരവധി ആളുകൾ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇതിന് മറുപടി ലഭിക്കുന്നില്ല. ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ട്. இப்ப திருச்சி போய் எப்படி போவோம்? நான் தமிழ்நாட்டுல இருந்து வந்துட்டு என்னோட கையில காசு இல்ல. நான் இப்ப எப்படி போவோம்? அதுக்கு ആൻസർ ഒരു ഉത്തരം കൊടുക്കത്തില്ല. ഇവിടെ നമ്മൾ ചോദിക്കുന്ന എൻക്വയറിയിൽ ചോദിച്ചാൽ എന്താണ് മറുപടി? അവർ ഓൺലി തല ഇത്ര ആൻസർ ഇല്ല. ഓൺലി ഇത്ര കൊടുക്കുന്നത്. ഓൺലി ഒരു ആൻസർ കൊടുക്കണം. പറ്റത്തില്ല. கொடுத்தா அடுத்த ஸ்டெப்ல மூவ் பண்ணோம். அதுவும் கொடுக்கறதில்ல. அவர் ஒன்லி ரீஃபண்ட் ஒரு 2 மந்த் அப்புறம் தான் கொடுக்கும். அதுவும் 75%. ஏன்னா நாங்க கேன்சல் பண்ணிட்டல. இப்போ நம்ம கேன்சல் பண்ணிட்டீங்க 75%. ஓகே, we are acceptable. ஓகே, அவரா கேன்சல் பண்ணி 100% கொடுக்கணும். அதுவும் கொடுக்கறதில்ல. ஒரு ஷெட்யூல் இல்லனா அவர் வேற ஃளைட்டா சேஞ்ச் பண்ணனும். அதுவும் சேஞ்ச் பண்ணல. നമ്മൾ
മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. കന്യാകുമാരിയിൽ നിന്നുള്ള ആളുകൾ പോലും വരുന്നുണ്ട്. എയർ ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ഒരു സമരം രൂപപ്പെടുന്നു. അവിടെ ക്യാബിൻ ക്രൂ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ വളരെ പെട്ടെന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ള പേരിൽ സമരം രൂപപ്പെടുന്നു. അത് സ്വാഭാവികമാണ്. പല മേഖലയിലും സമരങ്ങൾ, ജീവനക്കാരുടെ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ, അതേപോലെ ഈ പൊതുജനങ്ങളുമായി ഏറെ സംവദിക്കുന്ന ഒരു സ്ഥാപനങ്ങളാകുമ്പോൾ, അവരെ ഏറെ ബാധിക്കുന്ന ഒരു സ്ഥാപനങ്ങളാകുമ്പോൾ ആ സ്ഥാപനം ഒരു അറിയിപ്പ് നൽകണം. ഇവിടെ സമരമുണ്ട്, ആളുകൾക്ക്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. പക്ഷെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ന് നാളെ രാവിലെ ജോലിയിൽ കയറേണ്ട ആളുകൾക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഇവിടെ വന്നിട്ടുള്ള ആളുകളെല്ലാം കുടുംബസമേതം വന്ന നിരവധി ആളുകളുണ്ട്. പണയം വെച്ചും, വീട് പണയം വെച്ചും, സ്വർണം പണയം വെച്ചും ഗൾഫ് നാടുകളിലേക്കും ഒക്കെ ജോലിക്കായി പോകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നിരവധി ആളുകൾ, കുടുംബസമേതം എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ എത്തിയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാം? ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ്. 4 മണിക്കൂർ യാത്ര ചെയ്ത് പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ്. ഫ്ലൈറ്റ് നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല, ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോന്നോ അങ്ങനെ ഒന്നും. നാളെ അദ്ദേഹത്തിന് ജോലിക്ക് അവിടെ കയറേണ്ടതാണ്. സാറേ, എനിക്ക് നാളെ 7 മണിക്ക് ജോലിക്ക് കയറണം അവിടെ അബുദാബിയിൽ. ഇപ്പം പിന്നെ മെസ്സേജ് ഒന്നും തന്നിട്ടില്ല അവര്. അപ്പൊ ഇത് നിങ്ങളെ സ്ഥാപനത്തിൽ അറിയിച്ചോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ട്? ഒരു മെസ്സേജ് ഒന്നും വച്ചിട്ടില്ല. എന്താണ് എയർ ഇന്ത്യ നൽകുന്ന മറുപടി? എന്താണ് അവരെക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞവര്. അവർ പറയുന്നത് ഇന്നലെ ഇവിടെ ഒരാൾ വന്നിട്ട് പോയാൽ അയാൾക്കാണെങ്കിൽ ഇന്നത്തേക്ക് അവർ റീഷെഡ്യൂൾ കൊടുത്ത് ടിക്കറ്റ് കൊടുത്തു. അയാളെങ്കിൽ ഇതേ 24 മണിക്കൂറോളം ഇവിടെ കോയമ്പത്തൂർ നിന്ന് അദ്ദേഹം ഹോട്ടലെടുത്ത് ഇവിടെ താമസിച്ചിട്ട് ഇന്ന് അയാൾക്ക് റീഷെഡ്യൂൾ കൊടുത്തിട്ട് കാര്യമില്ല. അയാൾ പറയുന്നത് അടുത്ത ദിവസത്തേക്ക് നമ്മൾ ചെയ്തു തരാമെന്ന്. പക്ഷെ അടുത്തത് അവർ ഉറപ്പില്ല. അതും അടുത്ത ദിവസം ഈ ഫ്ലൈറ്റ് പോകുന്നോ എടുക്കുന്നോ അവർക്കൊന്നും ഒരു ഉറപ്പുമില്ല. അല്ല, അടുത്ത ഫ്ലൈറ്റ് ഇപ്പൊ സ്വാഭാവികമാണ് ജീവനക്കാരുടെ സമരം. അടുത്ത ഫ്ലൈറ്റിന് പോയാൽ പ്രശ്നമുണ്ടോ? അല്ല, അടുത്ത ഫ്ലൈറ്റ് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2 ദിവസം മുന്നേ റീഷെഡ്യൂൾ ചെയ്ത ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതേ സെയിം അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ച് റീഷെഡ്യൂൾ ചെയ്യും എന്ന് പറ. എനിക്കിപ്പോൾ നാളെ അബുദാബി പോകണ്ടേ, എനിക്ക് നാളെ അവിടെ ജോയിൻ ചെയ്യണ്ടേ, എൻ്റെ ജീവിതം പോയില്ലയോ? ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ച് പോയതാ, എൻ്റെ കുടുംബം വരെ പണയം വെച്ച് പോയതാ. അതാണ്, കുടുംബം വരെ പണയം വെച്ചാണ് പലരും ഗൾഫ് നാടുകളിലേക്കൊക്കെ ജോലിക്ക് പോകുന്നത്. പക്ഷേ എയർപോർട്ടിൽ വരുമ്പോൾ പറയാണ് ഫ്ലൈറ്റ് ഇല്ല, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല. മാനേജ്മെന്റ് 4-5 വേറെ വ്യക്തികളുടെ പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വേറെ ജീവിതം വഴിയാധാരമാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 15 ദിവസത്തിന് മേളിലായി. ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെ 1 മണിക്കൂർ മുമ്പോ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവരൊന്നും റിപ്പോർട്ട് ചെയ്ത പോലും ഇല്ല. ഇത് ആരുടെ കുറ്റം? ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങളുടെ കുറ്റമാണോ? അവരെ വിർച്വൽ അസിസ്റ്റന്റ്, അവർക്കൊരു വിർച്വൽ അസിസ്റ്റൻസ് ഉണ്ട്. അതിലിപ്പോഴും 11:33 അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മെസ്സേജ് വരും. അവരെ ടൈം അറിയാട്ട് പറയുന്നില്ല. അവരെ വിർച്വൽ അസിസ്റ്റന്റ് ഇപ്പോഴും പറഞ്ഞത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടോ അബുദാബി? ഇതിപ്പോ ഞാൻ ഇന്നലെ അബുദാബിക്ക് പോകാൻ വന്നിട്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ആയി. അവർ റീഷെഡ്യൂൾ ചെയ്ത് തന്ന ഇന്നത്തെ ടിക്കറ്റിന്, എന്നിട്ട് ഇന്നത്തെ ക്യാൻസൽ ആയിപ്പോ. സംസാരിച്ചിട്ടാണ് വരുന്നത്. ഇന്നലെ ഡ്യൂട്ടി മാനേജർ ഇരുന്ന ആള് ഇപ്പൊ ഡ്യൂട്ടി മാനേജർ ഇല്ല. ഡ്യൂട്ടി മാനേജരും ഈ സ്റ്റാഫുകളും ഇവർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ പോലെയാണ് അവരും. നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അവരും ഫുള്ള് വർക്ക് ചെയ്യാണ്. ക്യാബിൻ ക്രൂവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് റിപ്പോർട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന് അറിയാമല്ലോ. അവരെന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റ് സംസാരിക്കണം, അതിനുള്ള നടപടികൾ എടുക്കണം. ഇതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർ, സാർ നിങ്ങൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം ആൾക്കാർ മാത്രമല്ല, തിരുച്ചി, വിഴുപ്പുറം, ചെന്നൈയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഐ എം ട്രാവലിംഗ് ഫ്രം കോയമ്പത്തൂർ. ഇത്രയും ആൾക്കാർ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ ഇന്നലെ കണ്ണൂരിൽ. Where are you coming from? हैदराबाद से अब्दाबी जाना है. What is your problem? अन्ना इपड़ी हम लोग का क्या करने का? वही इंग्लिश में बात करो. नहीं, हिंदी में बात करो. हिंदी में बात चप्पू. बोलो. ये इधर लेके आया. अभी क्या करेगा? इधर से फ्लाइट कैंसिल हो गया बोला. अभी क्या करेगा हम लोग? हाँ, अब अबुधाबी जाने के लिए अभी क्या करेगा? ऐसा प्रॉब्लम. ഇതേപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, നമ്മുടെ തീർച്ചയായും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ പോലും ഇവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം ക്യാൻസൽ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഈ വിമാനം ക്യാൻസൽ ആയ ആളാണോ? എങ്ങോട്ട് പോകാനാണ്? അബുദാബിയിലേക്ക് പോകാനായിട്ടാണ്. എന്താണ് ഇവരുടെ മറുപടി? മറുപടി ഒന്നും പറയാനില്ല. എഴുതി കൊടുക്കാന്ന് പറഞ്ഞു ടിക്കറ്റില്ല. അതുകൊണ്ട് ആരാണുള്ളത് അബുദാബിയിൽ? അവിടെ നമ്മൾ പണിയെടുക്കാനാണ്. ദുബായിലേക്ക് ടിക്കറ്റില്ല, അപ്പോൾ അബുദാബിയിലേക്ക് പോയതാണ്. അപ്പോൾ ഇതേപോലെ നിരവധി ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നവരുണ്ട്, ആകാത്തവരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരുന്നവരുണ്ട്. ഈ ആളുകളെല്ലാം
നിരവധി ആളുകൾ പോകാൻ വേണ്ടി ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇത് വളരെ വളരെ ദുരിതമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരു 35,000 രൂപയും 40,000 രൂപയൊക്കെ മുടക്കി ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ആ ഫ്ലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം. എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, സാധാരണ ട്രെയിനിലോ ഈ ബസ്സിലോ പോകുന്നത് പോലെ അല്ലല്ലോ. തീർച്ചയായിട്ടും ഈ വിമാനത്തിൽ പോകണമെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തണം. വിവിധ ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ വിമാനത്തിൽ കയറാൻ. അങ്ങനെ തയ്യാറെടുപ്പുകളോടുകൂടി പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ബന്ധുക്കളടക്കമുള്ള ആളുകളെ ചേർത്താണ് വരുന്നത്. പലരോടും നാട്ടിലൊക്കെ പലരോടും യാത്രയൊക്കെ പറഞ്ഞാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് വളരെ പെട്ടെന്ന് അറിയുന്നത് വിമാനമില്ല എന്നുള്ള കാര്യം. അത് അവർക്ക് വികാരപരമാണ്. അവർക്ക് തിരികെ നാട്ടിലേക്ക് പോകാനാവുന്നില്ല, അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല, പണമില്ല. കാരണം ഇന്ത്യൻ റുപ്പി അല്ല അവർ ഉപയോഗിക്കുന്നത്, മറ്റ് രൂപ സംവിധാനങ്ങളാണ്. അപ്പോൾ അത്തരം പണങ്ങളൊന്നും കൈവച്ചിട്ടല്ല അവർ വരുന്നത്. അപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള അവരുടെ പ്രതികരണം വികാരപരമാണ്. അതിന് കൃത്യമായ മറുപടി പറയാൻ എയർ ഇന്ത്യയുടെ അധികൃതർ ഇവിടെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. അതുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഇതിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ല. ഇത് ജനങ്ങളുടെ വികാരമാണ്. അവർ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ് അവർ പല നാടുകളിലേക്ക് പോകാൻ ഉള്ളവരാണ്. എങ്ങോട്ടേക്ക് പോകാനാണ്? അബുദാബിയിലേക്ക് പോകാനുള്ളതായിരുന്നു. എന്താണ് ഇവിടെ വരുമ്പോൾ പറയുന്നത്? ഇപ്പൊ വരുമ്പോൾ കാണിച്ചത് ചെക്ക് ഇൻ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് റദ്ദാക്കിയെന്ന മെസ്സേജ് കാണിക്കുന്നത്. വരുമ്പോഴും ചോദിച്ചതാണ്, ചെക്ക് ഇൻ ആണ്, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല, പോവും, ലോൺ ടൈം ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ് ഇവർ പറയുന്നത് മറുപടി? ക്യാൻസൽ റദ്ദാക്കിയെന്ന് പറയുന്നത്. ഇപ്പൊ റീഷെഡ്യൂൾ ആയിട്ട് 13-ാം തീയതിയാണ് റീഷെഡ്യൂൾ തരുന്നത്. ഈ എയർ ഇന്ത്യയുടെ സമരം ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. നാളെ 7 മണിക്ക് ജോലിക്ക് കയറേണ്ട ആൾ കൂടി നമ്മളോട് പ്രതികരിക്കുകയാണ്. അപ്പോൾ നാളെ എനിക്ക് ജോലി അത് പോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറെ എനിക്ക് തരുമോ? ചോദ്യമാണത്. ഇല്ല, വലിയ ചോദ്യം മാത്രമല്ല. ഞാനിപ്പോൾ മാനേജറിനെ സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് സിമ്പിളായിട്ട് പുള്ളി പറയുന്നുണ്ട്, നിങ്ങളെ ജോലിയല്ല നമ്മളെ പ്രധാനം, മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു കാര്യങ്ങളും ഇല്ലെന്നാണ് പറയുന്നത്, ഒരു ഇൻഫർമേഷൻ ഇല്ലെന്ന്. ഇന്ന് ജോയിൻ ചെയ്യേണ്ട ഞാൻ ഇന്ന് ഇല്ല, മെയിൽ അയച്ചിട്ടുണ്ട്, നാളെ കിട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. 12 വർഷത്തിൻ്റെ കഠിന അധ്വാനമാണ് ഇപ്പം ഞാൻ ജോലി നോക്കുന്നത്. ഈ ജോലി നാളെ ഞാൻ പോയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞ് ഇവരെനിക്ക് തരൂല. എൻ്റെ കുടുംബമല്ലേ സാർ നടുത്തൂരിൽ നിൽക്കുന്നത്? 30 മണിക്കൂറായിട്ട് ഞാനിവിടെ പുറത്തുണ്ട്, താമസിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഫുഡൊക്കെ എൻ്റെ കാശാണ്. ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ മാറ്റി തന്ന ടിക്കറ്റ് ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ തരുന്നില്ല. എന്താ ചെയ്യേണ്ടത്? അബുദാബിയിലോട്ടാണ് പോകാനായിട്ടിരുന്നത്. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം വരെ ഇത് ക്യാൻസൽഡ് അല്ലെന്നാണ്. ഇവർക്ക് ഓൾറെഡി നമുക്ക് ഇൻഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോണിൽ നമുക്ക് മെസ്സേജ് വരേണ്ടതാണ്. ഓൺ ടൈമാണ്. ഇത്രയും പേര് നിങ്ങൾക്ക് ബാക്കിലോട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത്രയും പേര് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് അറിയുന്നത് ക്യാൻസൽഡ് ആണെന്നുള്ളത്. ഈ പൈസ മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു വാല്യൂ ഇല്ല. നമ്മളിത് ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവരുടെ കൂടെ നിൽക്കുന്ന ആര്. നമ്മൾ വന്നിട്ട് നിങ്ങളൊരു ടിക്കറ്റ് തരുമോ എന്ന് ചോദിക്കുക എല്ലാം ആടുകയും അവർ പറയുന്ന പൈസ കൊടുത്ത് എടുത്ത് പോകാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടുന്ന് ഒരു റിപ്ലൈ ഇല്ല. ഇപ്പോൾ ആക്ച്വലി നമ്മൾ റീഷെഡ്യൂൾ ചെയ്തോന്ന് ചോദിച്ചിട്ട് അവർക്ക് റിപ്ലൈ ഇല്ല, റീഫണ്ടിങ്ങിന് റിപ്ലൈ ഇല്ല. ജസ്റ്റ് മാനേജർമാർ ചീത്ത വിളിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് വെറുതെ ഇരിക്കുകയാണ്. അവർ ഒരു സൊല്യൂഷൻസും നമുക്ക് തരുന്നില്ല. ദിസ് ഈസ് വെരി ഷെയിംഫുൾ. ഇതിനെ നമുക്ക് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ആൾക്കാരുടെ ജീവിതമാണ് പോണത്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ജോലിക്ക് നാളെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതമാണ് ഇവരിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ റദ്ദ് ചെയ്തു. ഇന്ന് നോർമലി ഒരു 24 hours ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് എങ്കിലും ചെയ്യാമായിരുന്നു. നത്തിങ്. ഇതാണ് ഈ ഇത്തരത്തിലുള്ള സഹോദരൻ, ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഇരട്ട സഹോദരങ്ങളടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മൾ അത് മാത്രമല്ല, അവരുടെ ബന്ധുജനങ്ങൾ അടക്കമുള്ള ആളുകൾ വരുന്നു. ഇവിടെ വരുമ്പോഴാണ്, ഇപ്പോൾ യാത്ര അയക്കാൻ വന്നതാണ്, ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഇല്ല. എന്താണ് പറയാൻ കഴിയുന്നത്? എന്താണ്? അല്ല, ഇത് പെട്ടെന്നാണ് ഇപ്പം ഈ റദ്ദാക്കിയ കാര്യം അറിയുന്നത്. കാര്യം നാളെ ഇത് കുറച്ച് പെട്ടെന്നുള്ള ആവശ്യങ്ങളുമായിട്ടാണ് പോകാനായിട്ട് ഇതിനകത്ത് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതിപ്പോൾ പോകില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അസൗകര്യം ആണല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ വെച്ചിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് നീണ്ടു പോകുമ്പോഴത്തേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിക്കും. ദേവിക, പലർക്കും ഇത് പറയാൻ കഴിയുന്നില്ല. സങ്കടങ്ങൾ നിരവധിയുണ്ട്. നമ്മൾക്ക് ഈ ചാനലിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ പറയുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. കാരണം അവരൊക്കെ വീട്ടിലുള്ള കുടുംബ സ്വത്തുക്കളും ഒക്കെ വിറ്റ് അല്ലെങ്കിൽ പണയപ്പെടുത്തി വരുന്ന ആളുകൾ, നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ നിരവധി സങ്കടങ്ങൾ ഉണ്ട് പറയാൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ വരുന്നു. ഇവിടെ നിങ്ങൾ യാത്ര അയക്കാൻ വന്നാണോ? എന്താണ് പ്രശ്നം? திருநெல்வேலியிலேருந்து வரோம் சார்.
அனௌன்ஸ்மெண்ட் கொடுக்கணும்ல ப்ராப்பராக. 6 hours ட்ராவல் பண்ணி 6 hours வந்திருக்கோம். பசங்களை கூட்டிக்கிட்டு பசங்களுக்கு சாப்பாடு அரேஞ்ச்மெண்ட் எல்லாம் பார்த்துட்டு கிளம்புறதுக்கு எங்களுக்கு 1 day ஃபுல்லாக ஆகுது. இவங்க வந்து ப்ராப்பராக இன்ஃபர்மேஷன் கொடுக்க மாட்டாங்க. இதே நாங்கள் ஒரு டிக்கெட் நாங்கள் கேன்சல் பண்ணுறோம் வைங்க, 24 hours முன்னாடி நாங்கள் கேன்சல் பண்ணலன்னா அவங்க எங்களோட ஃபண்டை ரீஃபண்ட் பண்ணுவாங்களா? பண்ண மாட்டாங்க. அப்போ அவங்க அதே மிஸ்டேக் பண்ணுறாங்கல்ல, அப்போ அவங்க என்ன பண்ணணும்? ப்ராப்பராக எங்களுக்கு இன்ஃபர்மேஷன் கொடுத்துருக்கணும். நாங்கள் எங்களுக்கு அலைச்சல், எங்களோட எல்லா கஷ்டப்பட்டு நாங்கள் ரிஸ்க் எடுத்து நாங்கள் ப்ராப்பராக கிளம்பி வரோம். அந்த டைமிங்குள்ள എല്ലാം കരുതി ഇവിടെ വരുന്നു, ഇവിടെ എല്ലാവരെയും കൂട്ടി വരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്ലൈറ്റ് ഇല്ല. ஃப்ளைட் இல்லாம கேன்சல் ஆகி நின்று இருக்கோம், போக முடியாம நிற்கும். சாப்பாடு பிள்ளைங்க பசங்க சாப்பாடு இது வந்து அவங்களோட மிஸ்டேக். அவங்க தான் ப்ராப்பராக இன்ஃபர்மேஷன் கொடுக்கல. அப்போ அவங்க தானே அதுக்கு சொல்யூஷன் சொல்லணும். இப்படி பேசஞ்சர்ஸை இப்படி நிற்க வைக்கிறது அவங்களோட இதுக்கு அது நல்லது இல்லைல்ல. அது கேன்சல் பண்ணிருங்க. இவங்களால ப்ராப்பராக ஒரு பேசஞ்சரை கூட ஹேண்டில் பண்ண முடியலன்னா ஃபுல் அண்ட் ஃபுல் அதை நிப்பாட்டி விட்டுருங்க. அவ்வளோதான், ഫുള്ളാ നിർത്തി വിട്ടു. നിറുവനമേ വേണ്ട. നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലും വന്നില്ല, ഒരു മെസ്സേജ് പോലും വന്നില്ല. ഒരു മെസ്സേജ് പോലും போடல. மெசேஜ் பண்ணியிருந்தா ஒரு 2 நாள் லேட் ஆகும் அப்படின்னு சொன்னா நாங்கள் 2 நாள் லேட்டாக வந்திருப்போம். பிள்ளைங்க எல்லாம் கூட்டு வந்து இருந்தங்க. ഈ 1:10 ഫ്ലൈറ്റ് എങ്ങോട്ടേക്ക് പോകാൻ വന്നതാണെന്നാണ്? അബുദാബിയിലേക്ക് വന്നതാണ്. എന്നിട്ട് അതിപ്പോൾ അവർ ഇൻഫർമേഷൻ തരണ്ടേ? ഇൻഫർമേഷൻ തന്നല്ലേ നമ്മൾ വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഫ്ലൈറ്റ് റദ്ദാണെന്ന് എഴുതിയിരിക്കുന്നത്, ക്യാൻസലാണെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി പിന്നെ എങ്ങനെ പോവാ? ആരെ യാത്രയൊക്കെ വന്നതാണ്? എൻ്റെ 2 റിലേറ്റീവ്സിനെയാണ്. ഇവിടെ വന്നിട്ട് അവരിപ്പോൾ അത്യാവശ്യമായിട്ട് പോകാനായിട്ട് വന്നതാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് നിരവധി യാത്ര. ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ അവർക്ക്? ജസ്റ്റ് ഒന്ന് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ മുമ്പ് ഒന്ന് ഇൻഫോം ചെയ്യാം, ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്നുള്ളത്. ഇതൊന്നും ചെയ്തിട്ടില്ല. വിളിക്കപ്പോഴെല്ലാം അവർ പറയുന്നത് ഇന്ന് ഓക്കെ ആണെന്ന് പറയുന്നത്, കൺഫേം ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും രൂപയൊക്കെ ചിലവാക്കി ഈ രാത്രി ഇവിടെ ആൾക്കാർ ഉറക്കൊഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരതയാണ് അവർ കാണിക്കുന്നത്. ഏറ്റവും വലിയ ക്രൂരത പറയുന്നത് പോക്കാണ്. വളരെ ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. കാരണം ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് തന്നെ വന്ന് ഇവിടെ റൂമുകളൊക്കെ എടുത്ത് കുട്ടികളും കുടുംബവും ഒക്കെ ആയി ബന്ധപ്പെട്ട ആളുകളെ, ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ, സഹോദരനെ ഒക്കെ യാത്ര അയക്കാൻ വന്ന നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. അവരൊക്കെ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഇല്ല എന്ന് വളരെ കൂളായിട്ട് അവിടെ ഒരു അറിയിപ്പ് നൽകുകയാണ്. ഇതിന് വേണ്ടത് ഒരു പരിഹാരം തന്നെയാണ്. ഇത്രയും നേരമായി അവർ പ്രതിഷേധിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. കാരണം മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ, കഴിഞ്ഞ മണിക്കൂറുകളിലും ഇത്തരത്തിൽ പ്രതിഷേധിച്ച ചില യാത്രക്കാരെ അവിടെ വീണ്ടും പ്രതിഷേധമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ചില യാത്രക്കാരെ അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ യാത്രാ സൗകര്യം ഒരുക്കാൻ എയർ ഇന്ത്യ തയ്യാറാവുന്നുണ്ടോ ഇപ്പോൾ? എയർ ഇന്ത്യ അതിന്മേലുള്ള ഒരു പരിഹാരം പറയുന്നില്ല. അവിടെ എൻക്വയറിയിൽ ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പരിഹാരം പറയുന്നില്ല. ഉച്ചയ്ക്ക് രാവിലെ മുതൽ സമരമുണ്ടായിരുന്നു. അവിടെ ക്യാബിൻ ക്രൂ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരമുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് പ്രതിഷേധക്കാരെ വിട്ടയച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് എന്താണ് പരിഹാരം എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി എന്താണ്? അവർ പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് തരാം, പക്ഷേ 7 ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഏത് ട്രാവൽസിനടുത്ത് അവിടെ ചെല്ലത്തുള്ളൂ, അപ്പോൾ അവർക്കേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത് പിന്നെ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്? അബുദാബി. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്, ഫാമിലിയായിട്ട് വന്നത്. ക്യാൻസൽ ചെയ്യുന്നില്ല? അവർ ക്യാൻസൽ ചെയ്ത് തരാം. ക്യാൻസൽ ചെയ്ത് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. 7 ദിവസത്തിനുള്ളിൽ. അത് ഉറപ്പൊന്നും പറയുന്നില്ല അവർ. ഇത്തരത്തിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഇവിടെ ഫ്ലൈറ്റ് ഇല്ല, എന്നാൽ പിന്നെ ഞങ്ങൾ മടങ്ങിപ്പൊക്കോളാം എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുമ്പോൾ 7 ദിവസം കഴിഞ്ഞോട്ട് ഫ്ലൈറ്റിൻ്റെ ഒരു ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രകോപനപരമാണ് ഈ എൻക്വയറിയിൽ. നമുക്കിപ്പോൾ ഈ ശബ്ദം നമുക്ക് ശബ്ദം എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്കത് കേൾക്കാം. വളരെ പ്രകോപനപരമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നമുക്ക് കുറ്റം പറയാനാവില്ല. ആളുകളൊക്കെ ജോലിക്ക് പോകേണ്ടവരും നിരവധി ആളുകൾ ഇവിടെ പ്രകോപിതരായിട്ട് ആളുകൾ സംസാരിക്കുന്നു. അതിനൊരു മറുപടി നൽകാൻ ആ കണ്ണാടിക്കൂടിനകത്തിരിക്കുന്ന എൻക്വയറി സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ആ ചില്ല് ഗ്ലാസ്സിൽ അടിച്ചുകൊണ്ട് ആളുകൾ ചോദ്യം ചോദിക്കുകയാണ്. അതിന് മറുപടി പറയണ്ടേ? എൻക്വയറിയിൽ ഇരിക്കുന്നവർ അതിന് മറുപടി പറയണം. നിങ്ങൾക്ക് എപ്പോൾ പോകാൻ കഴിയും? എന്താണ് വിഷയം? നിങ്ങളുടെ ടിക്കറ്റിൻ്റെ വിഷയം എന്താണ്? എപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പോകും എന്നുള്ള ഉത്തരം പറയാൻ കഴിയാതെ അതിനകത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ മൗനം പൂണ്ടിരിക്കുകയാണ്. അവർക്ക് മറുപടിയില്ല. കാരണം കണ്ണാടിക്കൂട്ടിൽ ഇരിക്കുന്നവർക്ക് മറുപടിയില്ല.
ഇവർ ചോദിച്ചിട്ട് പോലും അതിന് മറുപടിയില്ല. ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കും. ചേട്ടാ ഇപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നേക്കെന്ന് പറഞ്ഞാൽ അവര് റീഫണ്ട് എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട്. പക്ഷെ അവന്റെ ആ തന്ന ആളുടെ ഐഡി ഒന്ന് ഫോട്ടോ എടുക്കട്ടെന്ന് വെച്ചാൽ അവർ സമ്മതിക്കത്തില്ല. അതെനിക്കറിയാം, അവർക്ക് ആ സംഭവം പുറത്തുവിടാൻ പറ്റത്തില്ലായിരിക്കും, അവരുടെ ഐഡി പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ. ഇത് ഇന്ത്യ മഹാരാജ്യം അല്ലേ? ഒരു മനുഷ്യൻ വന്ന് നമ്മൾ അവരറിയത്തില്ല, നമ്മൾ പുതിയ ആളെ കാണുന്നത്, അവരറിയുന്ന എന്ത് വഴിയാ? അവരുടെ ഐഡി വഴിയാ. ഈ ഐഡിയിൽ ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അല്ല, ഇതിപ്പോ അവരുടെ ഔദ്യോഗിക സൈറ്റിൽ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കയറി അവര് ടൈപ്പ് ചെയ്തിട്ട് അവർ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ശരി തന്നു, ഓക്കെ, നിങ്ങളുടെ ഐഡിയും കൂടെ എനിക്ക് താ, അതിന്റെ ഫോട്ടോയും കൂടെ എടുക്കട്ടെ. അപ്പൊ ഇവര് റീഫണ്ട് തരുമ്പോ അത് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. സംശയമില്ല കാര്യത്തിന്, വിശ്വാസം ഇല്ല. അവര് അതിന്റെ കറക്റ്റ് പ്രൂഫ് തരുന്നില്ലല്ലോ. ഈ പറഞ്ഞ തന്ന ആളെ ഞാൻ എവിടെ പോയി തപ്പും? ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ID കാർഡാണ്. ID കാർഡ് അവർക്ക് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. പിന്നെ നമുക്ക് എന്തോ അതിനകത്ത് പ്രധാനം? റീഫണ്ട് തരുമ്പോ നമുക്കത് വിശ്വാസം ഇല്ല. ഒരു വിധമില്ല. എനിക്ക് നാളെ പണിക്ക് പോകണ്ട, എനിക്ക് നാളെ ജോലിക്ക് പോകണ്ടേ. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്രസേനയെ പോണ്ട്, പോലീസിനെ പോണ്ട്, കേന്ദ്രസേനയെ പോണ്ട്, അവരൊന്നും ചലിക്കുന്നില്ല. ഇതിനൊരു പരിഹാരം കണ്ട് ഇത്രയും രൂക്ഷമായ വിഷയം ഉണ്ടായിട്ട് അവർ ചലിക്കുന്നില്ല. അവര് ചുമ്മാ എന്ത് പ്രയോജനം? അവര് ചുമ്മാ എന്ത് പ്രയോജനം? പിന്നെ നിങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് അവർക്കും തോന്നുന്നുണ്ടാവും. പരിഹാരം കണ്ടവര് എന്തിനും ന്യായമായ ഒരു കാര്യം വേണ്ടേ? എന്തിനും ന്യായമായ ഒരു കാര്യം വേണ്ടേ? അവരൊന്നും ചലിക്കുന്നില്ലല്ലോ. നമ്മൾ ട്രാവൽസിൽ നോർമലി രാവിലെ തൊട്ട് നമ്മൾ ഈ കേസ് അറിഞ്ഞിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞെന്ന് അറിയോ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് റീഫണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ട്രാവലിംഗ് ടൈമും നമ്മൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്, 3200 രൂപ നമുക്ക് ട്രാവലിംഗ് ടൈമുണ്ട്. ട്രാവലിംഗ് പൈസ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസ ആര് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നാൽ മതി, എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് അവരെങ്ങനെ ഉണ്ടായിക്കോളെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന്മാർ ഈ പേപ്പർ അടിച്ച് ഏതാ ഇതാണ്, ഇത് മാത്രമേ ആയിരുന്നുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർ പറയുന്നത് ഒന്നെങ്കിൽ റീഫണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ടിക്കറ്റ് തരാന്ന് പറയുന്നത്. സാധാരണക്കാരൻ പൈസ നേരത്തെ ഇവർ ഒരു മെയിൽ അല്ലെങ്കിൽ ണോ ഇവര് പറയുന്നത്? ഈ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് നാളെ വരണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെടും. ഒരു നഷ്ടപ്പെട്ട് ഞങ്ങളെ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അവിടെ കൊടുക്കും. ഞങ്ങള് പോലീസുകാരുണ്ട്, കേന്ദ്രസേനയുണ്ട്, ആരെങ്കിലും ഇടപെട്ടുണ്ട്. ഇവിടുത്തെ MLA-മാർ MP-മാർ ഇവരാരും വരുന്നില്ലല്ലോ. ഈ മനുഷ്യർ രാവിലെ തൊട്ട് ഈ വിഷയമുണ്ട്, അതനുസരിച്ച് ഞങ്ങൾ ഈ ഫോൺ എനി ടൈം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 4 മണി വരെ ഞങ്ങൾ എയർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കറക്റ്റ് ആയിട്ട് ഇവർ ഫോളോ അപ്പ് ആണ്. ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. പക്ഷേ ഇവിടെ ആരൊക്കെയാണെങ്കിലും ഒരു ഉളുപ്പ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരുത്തിനും ഇതിനെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ചെയ്യാനോ ഇവന്മാർക്ക് ആരൊക്കെ ഉളുപ്പില്ലായിരുന്നല്ലോ, ആരും വരുന്നോ. ഈ കിടന്ന് ഇത്ര നോക്കിയാൽ ഇത്ര പാവപ്പെട്ടവന്മാരെല്ലാവരും ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ പോകാനായിട്ട് നിൽക്കുന്നത്. ഒരുത്തവന്മാരെ ജോലി പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ഇതാരുണ്ട്? എന്റെ ജോലി ഇഷ്ടപ്പെട്ടു ജോലി കൊടുക്കുമോ? ജോലി കൊടുക്കാൻ അവർക്ക് പറ്റുമോ? പറ്റത്തില്ല. അവരത് എടുക്കത്തില്ല. ഇപ്പൊ തന്നെ നമ്മൾ കൊടുത്ത കാശിന്റെ പകുതി തരാം, 3/4 ഭാഗം തരാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ കാശ് എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല.